നിങ്ങൾക്കറിയാമോ, ലീച്ചസ് എല്ലാ മാസവും ഒരു ഗെയിം ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞ് ഒരു ഗെയിം ഫീച്ചർ ചെയ്യാറുണ്ട്. ഇത് അത്തരത്തിലുള്ള ഒരു ഗെയിമാണ്. ഈ ഗെയിം ആരൊക്കെ തമ്മിലാണ് കളിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ വൈറ്റ് പ്ലെയർ തുടങ്ങുന്നത് നൈറ്റ് F3 വെച്ചിട്ടാണ്. റെഡി ഓപ്പണിംഗ് ആണ്. നൈറ്റ് F6, D4, G6, C4. അപ്പോൾ ഇതൊരു കിങ്സ് ഇന്ത്യൻ ഡിഫൻസിലേക്കാണ് പോകുന്നത്. ബിഷപ്പ് G7, ബിഷപ്പിനെ ഫിയഞ്ചറ്റ് ചെയ്യാനാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. H4. അപ്പോൾ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റുമായിട്ടുള്ള സാധാ പോലത്തെ മൂവ്സ്, അതായത് നൈറ്റിനെ C3യിലേക്ക് കളിക്കുകയോ അല്ലെങ്കിൽ G3 ഒക്കെ കളിക്കുന്നതിന് പകരം H4 കളിച്ച് അറ്റാക്ക് ചെയ്യാനാണ് വൈറ്റിൻ്റെ പ്ലാൻ. ബ്ലാക്ക് D6 കളിക്കുന്നു. H5. അപ്പോൾ H5 തുറന്ന് ഇവിടെ കിങ് സൈഡ് അറ്റാക്ക് നടത്താനാണ് ഇവിടെ വൈറ്റിൻ്റെ ശ്രമം. നൈറ്റ് വെച്ച് വെട്ടുന്നു. നൈറ്റ് C3 കളിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ നൈറ്റ് ഇവിടെ ഇരിക്കുന്നത് അത്ര പന്തിയല്ല. കാരണം റൂക്ക് വെച്ച് വേണമെങ്കിൽ നൈറ്റിനെ വെട്ടിയെടുത്തിട്ട് ബ്ലാക്കിൻ്റെ കിങ് സൈഡ് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര വൾണറബിൾ ആവും. മാക്സിമം അറ്റാക്ക് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് വന്നേക്കാം. അപ്പോൾ ബ്ലാക്ക് വളരെ കെയർഫുൾ ആവണം. അതുകൊണ്ട് തന്നെ നൈറ്റിനെ തിരികെ കളിച്ചു. ഇനി ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ കിങ് സേഫ് ആവും എന്നുള്ള ഉദ്ദേശത്തിൽ ബിഷപ്പ് H6 കളിച്ചിട്ട് ഈ ബിഷപ്പിന് ഒരു കൊട്ട് കൊടുക്കുന്നു. ബിഷപ്പ് വെച്ച് വെട്ടുന്നു. റൂക്ക് വെച്ച് വെട്ടുന്നു. C5 കളിച്ച് ഈ സെൻറ്റർ പോണിനെ ചലഞ്ച് ചെയ്തു. അപ്പോൾ വൈറ്റ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? തിരിച്ചാ പോണിനെ എടുക്കുന്നോ അതോ ജസ്റ്റ് ക്യൂൻ D2 കളിച്ചതിന് ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്യാനാണ് വൈറ്റിൻ്റെ പ്രിപ്പറേഷൻ. പോൺ വെച്ച് വെട്ടുന്നു. നൈറ്റ് വെച്ച് തിരികെ വെട്ടുന്നു. നൈറ്റ് C6 കളിക്കുന്നു. വൈറ്റ് ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്യുന്നു. നൈറ്റ് വെച്ച് വെട്ടുന്നു. ക്യൂൻ വെച്ച് വെട്ടുന്നു. ഇവിടെ ബ്ലാക്ക് കിങ് സൈഡ് ക്യാൻസൽ ചെയ്യുന്നു. ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു നൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രൊട്ടക്ഷനായിട്ട്. ഒരു റൂക്ക് ഇവിടെ H6 ഇരിക്കുന്നുമുണ്ട്. ക്യൂവിന് വേണമെങ്കിൽ ഇവിടേക്ക് സൈഡിലേക്കൊക്കെ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ നൈറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഈ പൊസിഷൻ ഒരു കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്ലാക്കിന് അത്യാവശ്യം കുറച്ച് പ്ലസ് ഒക്കെ ആയിട്ട് തോന്നും. പക്ഷെ നല്ല ആക്രസിയോടെ ബ്ലാക്ക് ഇവിടെ കളിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ F3 എന്ന് പറഞ്ഞ മൂവ് കളിക്കുന്നു. ഇതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഈ G4 G5 കളിച്ചിട്ട് ഇവിടെ കിങ് സൈഡ് പ്രൊട്ടക്ട് ചെയ്യുന്ന നൈറ്റിനെ ഓടിച്ചു വിടുക. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു മൂവിൻ്റെ ഉദ്ദേശം F3 കളിച്ചതോടെ E4 കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ നൈറ്റിനെ ഓടിച്ചു വിടുകയും മാത്രമല്ല ക്യൂനിൻ്റെ ഇവിടേക്ക് റൂക്കും ക്യൂനും കൂടെ വന്നിട്ട് നല്ല അറ്റാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബിഷപ്പ് ഇവിടെ വരുന്നു. E4 കളിക്കുന്നു. ഇനി E5 പോലത്തെ ത്രെഡ്സ് ഉണ്ട്. വെട്ടിക്കഴിയുമ്പോൾ ഇവിടെ വേറെ പല അറ്റാക്സും വരും. പക്ഷേ ഇവിടെ ബിഷപ്പ് ഇവിടെ പുറത്തിറക്കിയതോടെ ഈ റൂക്കും ക്യൂനും രണ്ടുപേരും ഇപ്പോൾ കൂടുതൽ പ്രൊട്ടക്ഷനായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റൂക്കിനെ C8 കളിക്കുന്നു. ബിഷപ്പ് E2. അപ്പോൾ പതുക്കെ C4 അറ്റാക്ക് ചെയ്യാനാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ശ്രമം. A6. അപ്പോൾ ഇതൊരു വലിയൊരു അറ്റാക്കിൻ്റെ തുടക്കമാണ്. ഇവിടെ വൈറ്റ് കിങ് സൈഡ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ക്യൂൻ സൈഡിലേക്കാണ് അറ്റാക്ക് ചെയ്യണത്. റൂക്ക് കിങ്ങുമായിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. അടുത്ത മൂവിലൊക്കെയോ B5 പോലത്തെ മൂവ് കളിച്ചിട്ട് ഇവിടെ വൈറ്റിൻ്റെ ക്യൂൻ സൈഡ് തകർക്കാനാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം. റൂക്കുകളെ തമ്മിൽ ഡബിൾ ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ ഒരു നൈറ്റും മാത്രമാണ് ഇവിടെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളത്. B5. അപ്പോൾ ഇനി C4 മാക്സിമം പ്രഷറായി. ഇപ്പോൾ ഇവിടെ വൈറ്റിന് ഇതിൽ കറക്റ്റായിട്ട് കളിച്ചില്ലെങ്കിൽ ഇവിടെ പണി കിട്ടും. ഇവിടെ ബ്ലാക്കിൻ്റെ എല്ലാ അറ്റാക്കും ഇവിടെ C4 വരികയാണ്. അപ്പോൾ വൈറ്റ് കറക്റ്റായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. വൈറ്റ് കളിക്കുന്നത് പോൺ വെച്ച് വെറുതെ എടുക്കുന്നു. കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം ഒന്ന്, ഈ റൂക്കിന് ഈ ഒരു കിങ്ങിൻ്റെ ലൈനായിട്ട് ഇത് വന്നു. മാത്രമല്ല ഇനി ക്യൂൻ A5 പോലത്തെ മൂവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിഫെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പോൺ വെച്ച് തിരികെ വെട്ടുന്നു. ഇവിടെ കിങ് മാറുന്നു. കിങ് മാറിയില്ലെങ്കിൽ നൈറ്റ് വെച്ച് പോകണമെന്ന് വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്, കിങ്ങും റൂക്കും ഇവിടെ നേരെ ലൈനിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് കിങ് ജസ്റ്റ് മാറുന്നു. ക്യൂൻ A5 വരുന്നു. അപ്പോൾ ബ്ലാക്കിൻ്റെ പൊസിഷൻ ഇവിടെ കംപ്ലീറ്റ്ലി ബെറ്റർ ആയിട്ട് തോന്നാം. ഈ പൊസിഷനിൽ വൈറ്റ് പ്രിസൈസായിട്ട് കളിച്ചില്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്യൂൺ സൈഡിലെ അറ്റാക്കിൽ ഇവിടെ വൈറ്റ് വെന്തുരുകി ചാമ്പലാവും. പ്രത്യേകിച്ച് ഒന്നും തന്നെ വൈറ്റിന് ചെയ്യാനുണ്ടാവില്ല. വൈറ്റ് കളിക്കുന്നത് A3. നേരിട്ടുള്ള B4 ത്രെട്ടുകൾ B4 വന്നു കഴിഞ്ഞാൽ ഈ ഒരു അറ്റാക്കിങ് ഈ തൽക്കാലം B4 ഇപ്പോൾ ക്യൂനും ഈ ഒരു പോണും ഉള്ളതുകൊണ്ട് തൽക്കാലം ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ ഫൈനലി ബിഷപ്പിനെ ഇവിടെ C4 കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ബിഷപ്പിനെ ചലഞ്ച് ചെയ്യുകയാണ്. ഇനി എടുത്തു കഴിഞ്ഞാൽ റൂക്കിന് കളിയിലേക്ക് വരാമെന്നുള്ള രീതിയിൽ. എന്തായാലും ബിഷപ്പ് അടിച്ചെടുത്തു. റൂക്ക് വെച്ചെടുത്തു. ഇനിയാണ് കളിയുടെ ദിശ മാറുന്നത്. ഈ പൊസിഷനിൽ നിങ്ങളാണ് വൈറ്റ് കളിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് മൂവ് കളിക്കും? ഇവിടെ ക്യൂവിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്യൂവിനെ എന്താണ് ചെയ്യേണ്ടത്? ക്യൂവിനെ ഇവിടെ പുറകോട്ട് കൊണ്ടുപോകണോ, ഇവിടേക്ക് കളിക്കണോ? എങ്ങനെയാണ് ഇവിടെ ബെസ്റ്റ് കണ്ടിന്യൂഷൻ ഇവിടെ വൈറ്റിനെ സംബന്ധിച്ച്? വീഡിയോ പോസ് ചെയ്തിട്ട് ഇവിടെ വൈറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് നീക്കൽ വരി നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ,
വൈറ്റ് പ്ലെയർ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ചോയ്സിലേക്ക് പോവുകയാണ്. ഒരു ഡിഫെൻസീവ് മൂവിന് പോകണതിന് പകരം ക്യൂൻ ടേക്സ് F6. ആ ഡിഫെൻഡ് ചെയ്തിരിക്കുന്ന ആ നൈറ്റിനെ എടുത്തുകൊണ്ട് ഇവിടെ ക്യൂനിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യണം. പക്ഷേ ഈ സാക്രിഫൈസ് വെർത്താണോ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു ക്യൂൻ വെച്ച് നൈറ്റ് എടുത്തപ്പോൾ തിരിച്ചെടുത്തു. വൈറ്റിൻ്റെ കാൽക്കുലേഷൻ എന്താണ്? റൂക്ക് വെച്ച് പോണ വെട്ടി. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി വിന്നിങ് അല്ല. കാരണം എന്താണ്? കാര്യം ഈ 2 റൂക്കുകൾ ഉണ്ടെങ്കിലും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ചെക്ക്മേറ്റ് ആയിപ്പോകും. പക്ഷേ ഇവിടെ ബ്ലാക്കിന് ഡിഫൻസ് ഉണ്ടല്ലോ, G5 കളിച്ചാൽ മതിയല്ലോ. ഇതിൻ്റെ ഐഡിയ എന്തെന്ന് കഴിഞ്ഞാൽ നേരിട്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു ചെക്കൊക്കെ പോയെന്ന് വെച്ചു, ഇവിടെ ജസ്റ്റ് കിങ് ഇവിടേക്ക് വന്നാൽ മതി. ഇപ്പോൾ ഇങ്ങനെ വന്ന് ചെക്ക് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് കിങ് G6 പോകും. ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊന്നും അല്ല ഇവിടുത്തെ ഉദ്ദേശം. ഇവിടെ G5 ശേഷം അറ്റാക്ക് മുന്നോട്ട് പോകാൻ നൈറ്റ് D5 കളിക്കും. F6 പോണിലേക്കാണ് അറ്റാക്ക്. എങ്ങനെ ഡിഫെൻഡ് ചെയ്യും ഈ ഒരു പോണിനെ? ക്യൂൻ തിരികെ വരുന്നു, F6 പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നു. വൈറ്റ് ഇനി എങ്ങനെ കളി മുന്നോട്ട് പോകുന്നു? നൈറ്റിനെ റീറൂട്ട് ചെയ്തിട്ട് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ ഈ റൂക്കും നൈറ്റും കൂടെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിന്നിങ് അറ്റാക്ക് ഉണ്ടാവുമെന്ന് വൈറ്റ് പ്രത്യാശിക്കുന്നു. റൂക്ക് അതുകൊണ്ട് ഇവിടേക്ക് വരുന്നു. ഈ നൈറ്റ് ഇവിടേക്ക് വന്ന ഡേഞ്ചറസ് ആണെന്ന് ഇവിടെ ബ്ലാക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനെതിരെ ഡിഫെൻഡ് ചെയ്തേ പറ്റൂ. വൈറ്റ് എന്തായാലും നൈറ്റ് F5 കളിച്ചു. ഇനി ഭയങ്കര പ്രിസൈസ് ആയിട്ട് കളിച്ചില്ലെങ്കിൽ പണി കിട്ടും. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു റാൻഡം ആയിട്ടുള്ളൊരു മൂവ് കളിച്ചെന്ന് വെക്കാം. ഇപ്പോൾ ഒരുപക്ഷെ ക്യൂനെ C8 കളിച്ചെന്ന് വെക്കാം. ഇവിടെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നേരെ ഒറ്റയടിക്ക് ഇവിടെ ചെക്ക്മേറ്റ് ആയി പോകും. അതുമല്ലാതെ വേറെ എവിടെയെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വേറെ ഇതുമല്ലാതെ ഒരു പക്ഷേ G4 ഇങ്ങനത്തെ കളിച്ചു കഴിഞ്ഞാലും ഈ ഇവിടെ റൂക്ക് H8 ചെക്ക്മേറ്റ് ഇവിടെ തടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ G7 ഗാർഡ് ചെയ്യുന്നത് ഈ നൈറ്റ് ആയതുകൊണ്ട് ഈ നൈറ്റ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് റൂക്ക് വെച്ചാൽ നൈറ്റിനെ അങ്ങ് വെട്ടിയെടുക്കും. ഇവിടെ കാഷ്വലി ഈ പോണിനെ വെട്ടിയെടുക്കും. ഈ പൊസിഷനിൽ ഇവിടെ ബ്ലാക്ക് പ്ലെയർ റിസൈൻ ചെയ്യാണ്. നോക്കുമ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ കളിക്കാൻ എന്താ പ്രശ്നം? ബ്ലാക്കിന് കുറച്ചും കൂടെ ക്യൂനുണ്ടല്ലോ, കുറച്ച് പോൺസില്ല ഡിഫെൻഡ് ചെയ്തൂടെ. പക്ഷേ ഇവിടെ ഈ പോൺ ഇവിടെ വന്നതോടെ G6 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ക്വയർ ഇവിടെ കൺട്രോൾഡ് ആവുകയാണ്. ഇനി ബ്ലാക്ക് എന്ത് തന്നെ കളിച്ചിട്ടും കാര്യമില്ല, ഇവിടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഒരു റാൻഡം മൂവ് D5 കളിച്ചു കഴിഞ്ഞാൽ റൂക്ക് H8 ചെക്ക് വരും. കിങ് G7 ശേഷം ഈ റൂക്കും കളിയിലേക്ക് വന്നിട്ട് ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഗെയിം ഓഫ് ദ മന്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.